നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ വേൾഡ് കപ്പിന് ഇമോഷണലി പ്രിപ്പയർഡ് ആയിട്ടില്ല. അയാൾക്ക് ടെക്നിക്കൽ, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹെൽപ്പ് അത്യാവശ്യമാണ്. നെയ്മർ ഇപ്പോൾ വേൾഡ് കപ്പിന് പ്രിപ്പയർഡ് അല്ല എന്ന് തന്നെ പറയുന്നു ടോസ്റ്റാവോ. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കോളം ഡു ടോസ്റ്റാവോ എന്ന കോളത്തിൽ ഫോളാഡി സാവോ പൗലോ ന്യൂസ് പേപ്പറിലാണ് ഇത്തരത്തിലൊരു ലേഖനത്തിൽ ഈ കാര്യം പറയുന്നത്. അദ്ദേഹം പറയുന്നു, നെയ്മർ ഇപ്പോൾ കാണിക്കുന്നത് ഇമോഷണലി അദ്ദേഹം വേൾഡ് കപ്പിലെ പ്രഷർ താങ്ങാൻ റെഡിയല്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് പറയാൻ നല്ല പ്രഷറിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല പ്രഷറുണ്ട്. നന്നായിട്ട് ഷൈൻ ചെയ്യണം, വേൾഡ് കപ്പിന് ഫിറ്റാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഈ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ ഫ്രീക്വൻലി ആൾ ഇറിറ്റേറ്റഡ് ആവുന്നു. കളിക്ക് ശേഷം അങ്ങനെ പ്രതികരിക്കുന്നു. ഈ ഒരു ഇഞ്ചുറിയെ ഭയക്കുന്നു. പിന്നെ വളരെ എക്സസീവായിട്ട് റഫറിമാരോടൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നു. ഫാൻസുമായിട്ട് ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നു. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നെയ്മർ ഇമോഷണലി വേൾഡ് കപ്പിന് പ്രിപ്പയർഡ് അല്ല. വലിയൊരു പ്രഷറുണ്ട്, അത് ഹാൻഡിൽ ചെയ്യാൻ നെയ്മർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണിത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നെയ്മർക്ക് ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ളതും ഒക്കെ ഹെൽപ്പ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആളെ വേൾഡ് കപ്പിന് റെഡിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ടോസ്റ്റാവോ പറയുന്നത്. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ നെയ്മർ വേൾഡ് കപ്പ് കളിക്കാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല എന്ന് തന്നെയാണ് ടോസ്റ്റാവോയുടെ അഭിപ്രായം. ആരുടെ ഈ ടോസ്റ്റാവോ ഒക്കെ ഞങ്ങളുടെ നെയ്മർ പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാൻ ആൾ പോയിട്ടുണ്ട്. കാരണം കുറച്ച് കാലമായിട്ട് മാത്രം കളി കാണാൻ തുടങ്ങിയ ആളുകൾക്ക് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ മാത്രം ഫാനായിക്കൊണ്ട് ബ്രസീലിനെ കാണാൻ തുടങ്ങിയവർക്ക് ടോസ്റ്റോവോ ആരാണെന്നും ബ്രസീലിൻ്റെ ചരിത്രം എന്താണെന്നും അറിഞ്ഞു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് ടോസ്റ്റോവോ ആരാണെന്നൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പറഞ്ഞാൽ ഒതുങ്ങാത്ത ഇതിഹാസമാണ് ടോസ്റ്റോവോ. 1970 വേൾഡ് കപ്പിൽ ബ്രസീൽ കിരീടം ചൂടുന്നതിൽ സാക്ഷാൽ പെലെക്കൊപ്പം സുപ്രധാനമായ പങ്ക് വഹിച്ച ആളാണ് ടോസ്റ്റോവോ. വേൾഡ് ചാമ്പ്യനാണെന്നേ മാത്രമല്ല, പെലെക്കൊപ്പം വളരെ ലെയ്തലായിട്ടുള്ളൊരു മുന്നേറ്റ നിര കൂട്ടുകെട്ട് അദ്ദേഹം ഉണ്ടാക്കി. അതിലാണ് ബ്രസീൽ ആ ഒരു വിജയത്തേരോട്ടം നടത്തിയത്. വെറും 54 കളികളിൽ നിന്ന് 32 അന്താരാഷ്ട്ര ഗോളുകൾ ബ്രസീലിന് വേണ്ടി നേടിയിട്ടുണ്ട് ടോസ്റ്റോവോ എന്ന കാര്യം കൂടി അറിയുക. ഇതിഹാസമാണ് ടോസ്റ്റോവോ. എന്തിൻ്റെ പേരിലാണെങ്കിലും ആരുടെ പേരിലാണെങ്കിലും ടോസ്റ്റോവയൊന്നും ചൊറിയാൻ നിൽക്കണ്ട. അത് ബ്രസീലിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാവും അങ്ങനെ എന്തെങ്കിലും നീക്കം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ. വീഡിയോസ് ആയിരിക്കും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.